എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യക്കെതിരായ രണ്ടാം ടെസ്റ്റിൽ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ദക്ഷിണാഫ്രിക്കയ്ക്ക് ബാറ്റിംഗ് തകർച്ച. 55 റൺസ് ചേർക്കുന്നതിനിടെ 10 വിക്കറ്റും സൗത്ത് ആഫ്രിക്കയ്ക്ക് നഷ്ടപ്പെട്ടു. കെയ്ലവരേനയും ഡേവിഡ് ബെഡിംഗ്ഹാമും മാത്രമാണ് ദക്ഷിണാഫ്രിക്കൻ നിരയിൽ രണ്ടക്കം കടന്നത്. ഇന്ത്യയ്ക്കു വേണ്ടി മുഹമ്മദ് സിറാജ് 6 വിക്കറ്റുകൾ നേടി. ബുംറ 2ഉം മുകേഷ് കുമാർ 2 വിക്കറ്റുകളും നേടി. തുടക്കത്തിൽ തന്നെ ഓപ്പണർമാരെ പുറത്താക്കി സിറാജ് ഇന്ത്യയ്ക്ക് മികച്ച തുടക്കമാണ് നൽകിയത്. മാർക്രവും അവസാന ടെസ്റ്റ് മത്സരത്തിൽ നായകനായി ഇറങ്ങിയ ഡീൻ എൽഗറും ആണ് പുറത്തായത്. ദക്ഷിണാഫ്രിക്ക നിലവിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 24 റൺസ് എന്ന നിലയിലാണ്. സിറാജ് 3 വിക്കറ്റുകൾ സ്വന്തമാക്കിയപ്പോൾ ബുംറ 1 വിക്കറ്റ് നേടി. ദക്ഷിണാഫ്രിക്കൻ നിരയിൽ ക്രിസ്റ്റൻ സ്റ്റബ്സ് ടെസ്റ്റിൽ അരങ്ങേറ്റം കുറിച്ചു. ലുങ്കി എൻഗിഡിയും കേശവ് മഹാരാജും ടെസ്റ്റ് ടീമിൽ തിരിച്ചെത്തി. പരിക്കേറ്റ തെമ്പ ബുമയ്ക്കും ജെറാൾഡ് കോഡ്സയ്ക്കും ഇന്ത്യക്കെതിരായ രണ്ടാം ടെസ്റ്റ് നഷ്ടമായി. ബവുമയുടെ അസാന്നിധ്യത്തിൽ ഡീൻ എൽഗറാണ് ദക്ഷിണാഫ്രിക്കയെ നയിക്കുന്നത്. അതേസമയം ഇന്ത്യൻ നിരയിൽ രവിചന്ദ്രൻ അശ്വിന് പകരം രവീന്ദ്ര ജഡേജയും ഷർദുൽ താക്കൂറിന് പകരം മുകേഷ് കുമാറിനെയും ഉൾപ്പെടുത്തി. എന്തായാലും രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യ ഞെട്ടിക്കുന്ന ബോളിംഗ് തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. രോഹിത്, കോഹ്ലി, ഗിൽ അടങ്ങിയ വമ്പൻ താരനിര ഇന്ത്യക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യ ഇന്നിംഗ്സിൽ കൂറ്റൻ സ്കോർ നേടി ലീഡ് നേടാൻ ആയിരിക്കും ഇന്ത്യയുടെ ശ്രമം. അപ്പോൾ ഇന്നത്തെ കളിയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. അതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.